നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 23 വേഴ്സ് 9. തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്: ഏത് കാര്യത്തിനും ഇറങ്ങുന്നതിന് മുൻപ് എന്നുള്ളതാണ്. ഇവിടെ പറയാണ്, ശത്രുക്കൾക്കെതിരെ പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് വിമുക്തരായിരിക്കും. 9-ാമത്തെ വാക്യമാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജന ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിനൊക്കെ പോവാണ്, പാളയമടിക്കുക. അങ്ങനെ പാളയമടിക്കുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ, ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, എല്ലാ തിന്മകളും നിങ്ങൾ വിമുക്തരാണ് എന്നൊന്ന് ഉറപ്പാക്കിയേക്കണം. ഉദാഹരണം പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് പാസ്പോർട്ട് എടുത്തല്ലോ അല്ലെ, വിസ എടുത്തല്ലോ, ഒന്ന് ഉറപ്പാക്കും, ഒന്ന് മേക്ക് ഷുവർ ചെയ്യും അല്ലെ എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ പോയ സമയത്ത് അല്ലെ, പിന്നെ നമ്മുടെ വേണമല്ലോ സാധനം ഐ ഡി ഇതിലൊക്കെ അല്ലേ, അപ്പൊ അതെല്ലാം നമ്മളൊന്ന് ഉറപ്പ് വരുത്തും എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ടത്. അപ്പൊ ഏത് കാര്യം, അപ്പൊ ഇതൊരു വളരെ പ്രധാനം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു തീർത്ഥാടനത്തിന് പോകും, അപ്പൊ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ല ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോകും അല്ലെ. കാരണം എന്താ, ദൈവത്തിന്റെ ഒരു കൃപ വരാൻ നമുക്കത് തടസ്സമാണെന്ന് ബോധ്യമുണ്ട്. എന്റെ സഹോദരങ്ങൾ, ഇത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ഒരുങ്ങണം, നന്നായിട്ട് ഒന്ന്. ഇപ്പൊ ഞാൻ ഈ ടോക്ക് എടുക്കുമ്പോൾ ശരിക്കും ചെയ്യുന്നത്, ആരാണോ ടോക്ക് എടുക്കുന്ന ആ വ്യക്തി ഞാനും കൂടെ ഒരു സ്വപ്നാഥോ നന്മറിഞ്ഞോറും തൃത്വസ്തുതി എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പല എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുങ്ങി അങ്ങനെ എടുക്കുന്നത്. ഇതിനൊരു ഒരുക്കം വേണ്ടേ അല്ലേ? നമുക്ക് വലിയ കാര്യങ്ങൾക്ക് അത് വരാം, ചെറിയ കാര്യങ്ങൾക്ക് ഏത് പ്രവൃത്തിക്ക് ഈശോയുടെ കൃപ വേണം. ഇപ്പൊ കൃപ വരാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മൾക്കുള്ളിലെ പാപമാണെങ്കിൽ അത് നമ്മൾ വിശുദ്ധീകരിക്കണം. അതിനാണ് കുമ്പസാരം എന്ന് പറയുന്നത് അല്ലേ. കുമ്പസാരത്തിന് ഇപ്പൊ ദൈവകാരുണ്യയുടെ തിരുനാളാണ്. കുമ്പസാരത്തിന് നിങ്ങളും ചിന്തിച്ചു നോക്കി, എന്റെ സഹോദരൻ, ഒരു വ്യക്തി കോടതിയിൽ പിന്നെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ ചെയ്യുന്നത്, അയാൾക്ക് പണിഷ്മെന്റ് ആണ്, അയാൾക്ക് ശിക്ഷാവിധിയാണ് ലഭിക്കുന്നത്. എന്നാൽ കുമ്പസാരമാകുന്ന കോടതി ഈശോയുടെ മുമ്പിൽ പോയിട്ട്, പുരോഹിതന്റെ മുമ്പിൽ ഈശോയുടെ സാന്നിധ്യം ഈശോയുടെ മുമ്പിൽ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റിയെന്ന് പറയുന്നത് എന്താ പറയുന്നത്, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. സീ ദ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു ആക്ട് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് ചോദിച്ചാൽ മനുഷ്യർക്ക് അല്ലേ. ഒന്ന് പോയി മുട്ടുകത്തി ഈശോയുടെ സന്നിധിയിൽ പറയാൻ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കും, കരുണയുടെ തിരുനാൾ ദിവസം കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ അതുകൊണ്ട് എത്രയോ തവണ ദൈവം നമ്മൾ കുമ്പസാരക്കോടതി നമ്മളെ ദൈവം വെറുതെ വിട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ വെറുതെ വിടണം. നമ്മൾ എങ്ങനെയെങ്കിലും അവന് രണ്ട് ഡയലോഗിലും പറയാൻ നമുക്ക് സമാധാനമായില്ല. വെറുതെ വിട് സഹോദരൻ.